തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും. നീ ഒരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും. കനകമയൂരം നീയാണെങ്കിൽ മേഘക്കനവായി പൊഴിയും ഞാൻ. നീ ഒരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും. പൊഴിയും ശിശിരവനത്തിൽ നീ അറിയാതൊഴുകും കാറ്റാകും. നിൻ മൃദുവിരലിൻ സ്പർശം കൊണ്ടിൻ പൂമരമടിമുടി തളിരണിയും. ശാരദയാമിനി നീയാകുമ്പോൾ യാമക്കിളിയായി പാടും ഞാൻ. ഋതുവിൻ ഹൃദയം നീയായി മാറും പ്രേമസ്പന്ദനമാകും ഞാൻ. നീ ഒരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും. കുളിർമഴയായി നീ പുണരുമ്പോൾ പുതുമണമായി ഞാനുണരും. മഞ്ഞിൻ പാദസരം നീ അണിയും തളമാർമരമായി ഞാൻ ചേരും. അന്നു കണ്ട കിനാവിൻ തൂവൽ കൊണ്ടു നാം ഒരു കൂടണിയും. പിരിയാൻ വയ്യ പക്ഷികളായി നാം തമ്മിൽ തമ്മിൽ കഥ പറയും. നീ ഒരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും. കനകമയൂരം നീയാണെങ്കിൽ മേഘക്കനവായി പൊഴിയും ഞാൻ. നീ ഒരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും. ഗുഡ് ഗുഡ്, താങ്ക് യു. ധ്യാൻകുട്ടാ, എന്താ സർ? നല്ലൊരു പാട്ടാണ്. ആ. കാനഡ രാഗം, ബേസ്, ബ്യൂട്ടിഫുൾ സോങ്. മോനെ കുറേ സ്ഥലങ്ങളിൽ വളരെ നന്നായിരുന്നു. അതിൽ എനിക്ക് ചരണമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആ. പല്ലവിയില് മേഘക്കനവായി അതൊന്ന് പാടാം. മേഘക്കനവായി കനവായി കനവായി. അപ്പൊ അത് മോന് ഒരു സ്ഥലത്ത് അത് കൃത്യമായിട്ട് വന്നിട്ടില്ല. ഭംഗിയുണ്ടായിരുന്നു, പാട്ട് കേൾക്കാൻ രസമുണ്ടായിരുന്നു. ഇതുപോലത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. മോന് പാടാമെന്നുള്ളേ ഉള്ളൂ. കുറച്ചുകൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തേ ഈ സംഗതിയിലേക്ക് കിട്ടുന്ന എളുപ്പമാണ്. നല്ല നല്ല രസമാണ്. നല്ല ബ്യൂട്ടിഫുൾ കമ്പോസിഷനാണ്. കൈതപ്രം വിശ്വനാഥ് നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ. നല്ല പാവം ഒരു മനുഷ്യനാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. ആത്മാവിന് പ്രണാമം. ധ്യാൻകുട്ടാ, എന്താ നല്ല സോങ് സെലക്ഷൻ ആയിരുന്നു കേട്ടോ. ആ. മോൻ നന്നായിട്ട് പാടി, നല്ലൊരു ഭാവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ ഇലപൊഴിയും ശിശിരവനത്തിൽ അറിയാതൊഴുകും അതെല്ലാം കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു സംഗതി എടുക്കുന്നതിന്. അതുപോലെ തന്നെ അതേ ഇത് മഞ്ഞിൻ പാദസരം നീയണയും അതെല്ലാം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മോനെ ഈ പാട്ട് ഇനിയും നല്ല പെർഫെക്റ്റ് ആയിട്ട് പാടായിരുന്നു.
ബാക്കി കുറേ പോർഷൻസ് നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു മാം. താങ്ക് യു മാം. അത് നല്ലത് പറയാൻ അല്ല, കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. നമുക്ക് ശരിക്കും പറഞ്ഞ വിഷമമുണ്ട്. ഈ കുഞ്ഞുങ്ങള് നിങ്ങൾ ഇവിടെ നിന്ന് പാടുമ്പോൾ മോനെ ആ പാട്ടിന്റെ അവിടെ ശകലം കുറച്ച് ശരിയായിട്ടില്ല, ഇങ്ങനെയൊക്കെ പറയണമെന്ന് ഞങ്ങൾക്ക് ആക്ച്വലി ഇഷ്ടമേ അല്ല. നിങ്ങൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് പാടുന്ന കേൾക്കാനാണ് നമ്മളിരിക്കുന്നത്. പിന്നെ ചില നേരം ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു 5 മിനിറ്റ് ഒരു പെർഫെക്ഷൻ, അത് എന്താ അതിനൊരു ഡെഫിനേഷൻ ഇല്ല. കൈതപ്രം വിശ്വനാഥ് സാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് രാഗ ബേസ്ഡ് പാട്ടുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രവീന്ദ്രൻ മാഷ് ദർബാരി കാനഡയിലെ കുറേ പാട്ടുകൾ നമുക്ക് അഴകേ നിൻമിഴി നീർമണിയിൽ മുത്തുപൊഴിക്കൽ, അതാണ് വികാര നൗകയുമായി ഇല്ലേ, അങ്ങനെ കുറേ. അതിനുശേഷം ഇദ്ദേഹവും കുറേ ഇതുപോലെയുള്ള രാഗ ബേസ്ഡ് പാട്ടുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു നിമിഷം അദ്ദേഹത്തെ ഓർത്തു പോകുന്നു. എനിക്ക് ഇത്രയും ഇത് പാടിയപ്പോൾ എനിക്ക് ഒരു 2 വരി വേഗം ഓർമ്മ വരുന്നത്, ദേവി നിൻ ചിരിയിൽ കുളിരോ പാലൊളിയോ, ദേവി നിൻ ചിരിയിൽ കുളിരോ പാലൊളിയോ. അതൊക്കെ ഈ ദർബാരിക്കാൻ ഒരു ബേസിലുള്ള പാട്ടുകൾ അതെല്ലാം. ഓക്കെ മോനെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. ധ്യാൻ കുട്ടാ, എന്തോ നല്ല സോങ് സെലക്ഷൻ നീ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇതല്ല നമ്മുടെ ധ്യാൻ. അധികം സമയം കിട്ടിയില്ലേ, എന്തോ ഒരു പൂർണ്ണമായി നിന്റെ ഒരു ഡെഡിക്കേഷനോടെ പാടിക്കഴിഞ്ഞ് ഇതിനപ്പുറം ഫീല് കൊണ്ടിരുന്ന ഒരു ഉഗ്രൻ സിംഗർ ആണെന്ന് ധ്യാൻ. കഴിഞ്ഞ പ്രാവശ്യം 100 ഏതിനെ കിട്ടിയേ? രാജീവ നയനെ. അതൊക്കെ എന്ത് രസമായി പാടിയാളാ. ഇതിപ്പോ ചെറിയൊരു പറഞ്ഞ വാക്കുകൾ ഉച്ചരിക്കുന്നതിന്റെ കാര്യത്തിലും ശാരദയാമിനി നീ അതാണ് അത്. പക്ഷെ അത് ഇച്ചിരി ഒട്ടും കിട്ടിയില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് കിട്ടി. അതിന്റെ 2ാമത്തെ സ്റ്റാൻസിൽ പിന്നെയും വന്നു. അപ്പൊ നീ ശാരദയാമിനി ഒരു എന്തോ ചെറിയൊരു ഉഴപ്പ് പാടിയ പോലെ അല്ലേ, ഒരു വോയിസ് ചേഞ്ചിന്റെ ചെറിയ. അതാടാ, സോറി കേട്ടോ. കാരണം നിനക്കറിയാം നിന്റെ ബുദ്ധിമുട്ട്. കാരണം ഇതിനു മുമ്പുള്ള ചില സോങ്സ് നീ അസാധ്യമായിട്ട് പാടിയേക്കുന്ന സിംഗറാ. സാരമില്ല, നമ്മൾ തിരിച്ചു വരും അല്ലേ, തിരുമ്പി വരുവേ. സൂപ്പർ. അപ്പൊ മോനെ, today we are giving you 97 out of 100. ആടി ഒരു കാനഡ രാഗം പൂക്കുറ്റി. താങ്ക് യു സർ. കാറ്റാകും ഞാൻ കുട്ടാ പാട്ടൊക്കെ കേട്ടു ഹാപ്പി അല്ലേ? ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ. സ്പർശം